ഞാൻ മുഖവരിയൊന്നും പറഞ്ഞ് സമയം ദൈർഘ്യമാക്കാതെ വേഗത്തിൽ ദൈവവചനത്തിലേക്ക് പ്രവേശിപ്പാൻ താല്പര്യപ്പെടുകയാണ്. അതിന് ആധാരമായിട്ട് ധന്യനായ ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 19-ാം അധ്യായത്തിൻ്റെ 41 മുതൽ ഉള്ള ചില വാക്യങ്ങൾ കർത്താവിൻ്റെ ദാസൻ മൈക്കിലൂടെ വായിച്ച് നമ്മളെ ഇപ്പോൾ കേൾപ്പിക്കും. ശ്രദ്ധിച്ച് കേട്ടാലും. അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളാമായിരുന്നു. ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. നിന്റെ സന്ദർശന കാലം നീ അറിയായതുകൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞു, 4 പുറത്തും ഞെരുക്കി, നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ടു. നിന്നിൽ കല്ലിന്മേൽ കല്ല് ശേഷിപ്പാതിരിക്കുന്ന കാലം നിനക്ക് വരും. പിന്നെ അവൻ ദേവാലയത്തിൽ ചെന്ന് വിൽക്കുന്നവരെ പുറത്താക്കി തുടങ്ങി. എൻ്റെ ആലയം പ്രാർത്ഥനയാലയം ആകും എന്ന് എഴുതിയിരിക്കുന്നു, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കും എന്നവരോട് പറഞ്ഞു. മതി, നമുക്ക് ഒരു നിമിഷം ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിൽ ദൈവവചന കേൾവി ഈ പന്തലിനകത്തും ഈ പന്തലിന് പുറത്തും ഈസ്റ്റ് മാറാടി പ്രദേശങ്ങളിൽ ഈ മൈക്കിൻ്റെ ശബ്ദപരിധിയിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും ലൈവിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് നമുക്കൊരു നിമിഷം ഒരുമിച്ച് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. വളരെ മനോഹരമായ ഒരു കൺവെൻഷൻ നഗർ തൻ്റെ മക്കൾ പ്രാർത്ഥിച്ച് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ സ്ഥലം, അതിൻ്റെ പിമ്പിൽ ഒത്തിരി കണ്ണുനീര്, ഒത്തിരി അധ്വാനം, ഒത്തിരി ഉപവാസം, ഒത്തിരി പ്രാർത്ഥനയൊക്കെ ഉണ്ട്. ദൈവത്തിന് ഹിതമുള്ളവരെല്ലാം കടന്നു വന്നിട്ടുണ്ട്. അവരോട് ഇന്ന് രാത്രി ദൈവം ഇടപെടുവാൻ എല്ലാവരും ഒരുമിച്ചൊരു നിമിഷം ദൈവത്തോടെ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. അതരങ്ങൾ തുറന്ന് അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ഉണ്ടെങ്കിൽ അന്യഭാഷയിൽ അല്പനിമിഷം ഒരുമിച്ച് അവർ ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഇത് വേർപെട്ട ബെന്തക്കോസ്തുകാരുടെ യോഗമാണ്. ഈ യോഗം മൗനമായിരിക്കുന്ന യോഗമല്ല. നിങ്ങൾക്കുള്ള ശബ്ദത്തിൽ അല്പനിമിഷം എല്ലാവരും ദൈവത്തെ സ്തുതിക്കട്ടെ, ആരും മൗനമായിരിക്കാതെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ദുരാത്മ മണ്ഡലങ്ങൾ അടയട്ടെ. ഈ രാത്രി ദൈവജനത്തിനായി ദൈവാത്മ മണ്ഡലങ്ങൾ തുറക്കപ്പെടട്ടെ. ദൂതസഞ്ചയങ്ങളുടെ കാവൽ ഇവിടെ ഉണ്ടാകട്ടെ. ഈ ശബ്ദപരിധി യഹോവയ്ക്ക് വിശുദ്ധമാകട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് അല്പനിമിഷങ്ങൾ ഒരുമിച്ച് എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ. 1-2 പേരല്ല, മുഴുവൻ പേരും നിങ്ങളുടെ കരങ്ങൾ ചേർത്തടിച്ച് ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുമല്ലോ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നിന്റെ മക്കൾ ഒത്തിരി അധ്വാനിച്ച് ക്രമീകരിച്ച കൺവെൻഷൻ്റെ ഈ പ്രഥമ രാത്രിയിൽ ഞങ്ങൾ ഒന്നിച്ച് പാതപെടം ചേർന്ന് വരുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൽ നിന്ന് ഞങ്ങളോട് ഇന്ന് രാത്രി ദൈവം സംസാരിക്കണം. എല്ലാ എതിരുകളെ ഞങ്ങൾ ഒരുമിച്ച് ശാസിക്കണം. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഈ ശബ്ദപരിധിയിൽ വെളിപ്പെടട്ടെ. മുഴുമകുത്വം അങ്ങയ്ക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. നമ്മുടെ കരമുയർത്തി കർത്താവിനെ സ്തുതിക്കുമല്ലോ. വളരെ സമയമെടുത്ത് ധ്യാനിക്കേണ്ട ഒരു വേദഭാഗമാണ്. അല്പ നിമിഷങ്ങളുടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ഇവിടെ വായിപ്പാനിടയായിത്തീർന്നത്. അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ടു, അതിനെക്കുറിച്ച് കരഞ്ഞു. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു.
നിന്റെ സന്ദർശന കാലം നീ അറിയാഞ്ഞതുകൊണ്ട്, നിന്റെ സന്ദർശനകാലം നീ അറിയാഞ്ഞതുകൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞ് 4 പുറത്തും ഞെരുക്കി നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ട് നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരും. നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവിൻ്റെ ഇഹലോകത്തിലെ ഐഹിക ജീവിതകാലത്തിൻ്റെ സമാപന മണിക്കൂറുകളിലേക്ക് വരികയാണ്. പ്രൈസ് ദി ലോർഡ്. മാനവകുലത്തിൻ്റെ പാപപരിഹാരത്തിനായി സ്വർഗീയ മഹിമകൾ വെടിഞ്ഞ് ഈ താണലോകത്തിൽ വന്ന് നമ്മിൽ ഒരുവനെ പോലെ 33.5 തിരുവയസ്സ് വരെ ഇവിടെ ജീവിച്ച് 33.5 തിരുവയസ്സിൽ നമുക്ക് വേണ്ടി പാപപരിഹാര യാഗമായി കാൽവറി ക്രൂശിലേക്ക് പോകുന്നതിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പ് കെട്ടപ്പെട്ടിരുന്ന ഒരു കഴുതിയെയും കുട്ടിയെയും അഴിച്ചുകൊണ്ട് വന്ന് കൂടപ്പെട്ട പുരുഷാരം കഴുതിയുടെ മേലും വഴിയിലും അവരുടെ വസ്ത്രങ്ങൾ ഊരി വിരിച്ച് കുരുത്തോലകളും ഈന്തപ്പനയുടെ കമ്പുകളും കയ്യിലേന്തി യേശുക്രിസ്തു എന്ന രാജാതി രാജാവിന് പുരുഷാരം മുഴുവൻ ഓശാന പാടുകയാണ്. ഓശാന പാടുക. ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ ഈ മഹാജാഥയ്ക്കകത്തുണ്ട്. മുൻപിൽ സൈന്യങ്ങളുടെ നായകനായ യേശു കഴുതപ്പുറത്ത് വാഹനമേറി പോകുകയാണ് പ്രവചനങ്ങളുടെ നിവർത്തിയായി. ഈ യാത്രയിൽ മനുഷ്യരെല്ലാവരും ഉറക്കെ അത്യുച്ചത്തിലുള്ള ഓശാന പാടിയപ്പോൾ ആ പട്ടണം ഇളകി. അത്രമാത്രം അത്യുച്ചത്തിലുള്ള ആരാധന. അരമനകളിലിരിക്കുന്ന മഹാപുരോഹിതന്മാരായ കയ്യപ്പാവ്, കന്നാവ്, അവിടുത്തെ ലേവ്യര്, പുരോഹിതന്മാര്, സന്നിധി സംഘം, സദൂക്യര്, പരീശര്, ഇവർക്ക് ഈ ഓശാന വിളിയുടെ ഒച്ച ഇഷ്ടപ്പെട്ടില്ല. അവരാളയച്ചു പറയിപ്പിച്ചു, യേശുവേ ഈ ജനത്തോടൊന്ന് മിണ്ടാതിരിക്കാൻ പറഞ്ഞു. യേശു പറഞ്ഞു, ഇവർ മിണ്ടിയില്ലെങ്കിൽ ഈ കല്ലുകൾ ആർക്കും എന്ന മറുപടി പറഞ്ഞു. അങ്ങനെ വരുന്ന ജാഥ ബേത്ലഹേം എന്ന വലിയ പട്ടണത്തിലേക്ക് പ്രവേശിക്കുക. നമ്മൾ വായിച്ച കുറിവാക്യം അവിടെയാണ്. അവൻ നഗരത്തോട് സമീപിച്ചു. നഗരത്തോട് സമീപിച്ചപ്പോൾ അതിനെ കണ്ടു, അതിനെക്കുറിച്ച് കരഞ്ഞു. ഇനി നിങ്ങൾ എന്നെ വളരെ ശ്രദ്ധിക്കണം. യേശു കരഞ്ഞ ഒന്നിലധികം സന്ദർഭങ്ങളുണ്ട്. അതിലൊന്ന്, താൻ വളരെ സ്നേഹിച്ചിരുന്ന മാർത്തയുടെയും മറിയയുടെയും സഹോദരനായ ലാസറിൻ്റെ മരണം കഴിഞ്ഞ് 4 നാളാകുമ്പോൾ കല്ലറയ്ക്കിലേക്ക് വന്ന യേശു ആ കല്ലറയുടെ വാതിക്കൽ കരയുകയുണ്ട്. അത് സ്നേഹിതൻ്റെ വേർപാടിൽ ഉണ്ടായ ദുഃഖത്തിൽ കരഞ്ഞതാണ്. പക്ഷെ ഈ കരച്ചിൽ അതല്ല. ആ പദം, അവൻ അത് കണ്ടു, അതിനെക്കുറിച്ച് കരഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പുരുഷാരവും ശിഷ്യന്മാരും മുഴുവൻ യെരൂശലേമിൻ്റെയും യെരൂശലേം ദേവാലയത്തിൻ്റെയും മനോഹാരിത കാണുകയാണ്. ഇതെത്ര മനോഹരമായിരിക്കുന്നു. ശലോമോന്റെ കാലത്തും പിന്നീട് ഹേരോദാവിന്റെ കാലത്തും പല പ്രാവശ്യമായി പുതുക്കിപ്പണത് ഏറ്റവും മനോഹരമായ കോടികളുടെ വില മതിക്കുന്ന അക്കാലത്തെയും ഇക്കാലത്തെയും ലോകത്തിലെ ഏറ്റവും വലിയ ആരാധനാ സൗധങ്ങളിൽ ഒന്നായിരുന്ന യെരൂശലേം ദേവാലയത്തിന്റെ സൗന്ദര്യം കണ്ട് മതിമറന്നവരെല്ലാം ആഘോഷിക്കുമ്പോൾ യേശു അതിനെ കണ്ടിട്ട് അതിനെക്കുറിച്ച് കരഞ്ഞു.
കരഞ്ഞുകൊണ്ട് യേശു പറയുകയാണ്, നിന്റെ സന്ദർശനകാലം നീ അറിയാതെ പോയല്ലോ. നീ സന്ദർശനം അറിയാതെ പോയതുകൊണ്ട് നിന്റെ ശത്രു നിനക്ക് ചുറ്റും വാടകോരി 4 പാട് നിന്നെ ഞെരുക്കി, നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും തകർത്ത് ഈ കാണുന്ന മനോഹരമായ ആലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത കാലം വരും. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തു ഈ പ്രവചനം പറഞ്ഞിട്ട് ഏകദേശം 3.5 പതിറ്റാണ്ടുകൾ കഴിഞ്ഞാണ് ഈ സംഭവം നടക്കുന്നത്. AD 65-അടുത്താണ് തീത്തോസ് കൈസർ എന്ന് പറയുന്ന മഹാനായ രാജാവ് തന്റെ വലിയ സൈന്യവുമായി യെരുശലേമിനെ വളയുന്നതും യെരുശലേം ദേവാലയം ആനയുടെ കലപ്പ വെച്ച് കിളച്ചു മറിച്ച് ഉഴുതുമറിച്ച് കല്ലിന്മേ കല്ല് ശേഷിക്കാതെ തകർന്നതും ഒക്കെ ഇത് പറഞ്ഞ് 3.5 പതിറ്റാണ്ട് കഴിഞ്ഞുള്ള സംഭവമാണ്. യേശുവിൻ്റെ പ്രത്യേകത, നമ്മളൊക്കെ ഇന്നത്തെ കാര്യം കണ്ട് ചിരിക്കുകയോ ചിന്തിക്കുകയോ കരയുകയോ ചെയ്യുന്നവരാ. പ്രൈസ് ദി ലോർഡ്. ഇന്നലകളിലെ കുറെ കാര്യം നമുക്കറിയാം, ഇന്നുകളിലെ കുറെ കാര്യം അറിയാം. ഈ രാത്രി 9 കഴിഞ്ഞ് എന്ത് സംഭവിക്കുമെന്ന് അറിയാവുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവരൊന്ന് കൈപൊക്കണം. 9 കഴിഞ്ഞുള്ള കാര്യം അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ. പ്രൈസ് ദി ലോർഡ്. 9 കഴിഞ്ഞ് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. പക്ഷേ യേശുവിന് ഭൂതകാലം അറിയാം, വർത്തമാനകാലം അറിയാം, ഭാവി കാലം അറിയാം. യേശു കണ്ടത് ജനം കണ്ട ദേവാലയമല്ല. അടുത്ത 3.5 പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് തീത്തോസ് കൈസറുടെ നേതൃത്വത്തിൽ ഒരു സൈന്യം യെരുശലേമിനെ വളയുന്നതും ഏതാണ്ട് 6 ലക്ഷത്തോളം യഹൂദന്മാരെ നിർദാക്ഷിണ്യം വാളിനിരയാക്കുന്നതും നിറവയറുമായി നിൽക്കുന്ന ഗർഭിണികളായ സ്ത്രീകളുടെ വയറുകൾ വാളുകൊണ്ട് പിളരുന്നതും അകത്തുരുവായ പ്രതീക്ഷയുള്ള വാക്തത്വമുള്ള കുഞ്ഞുങ്ങളെ നിർദാക്ഷിണ്യം ഖണ്ഡിക്കുന്നതും 6 ലക്ഷത്തോളം ആളുകളെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകുന്നതും അവരുടെ രക്തം കുതിരയുടെ കടിവാളം വരെ ഉയർന്ന് റോഡിൽ കൂടെ ഒഴുകുന്നതും യേശു കണ്ടു. യേശു അത് കണ്ടു. എന്റെ കൂടെ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കണേ. യേശു അത് കണ്ടു. നമ്മൾ ഇത് കണ്ടുകൊണ്ട് ചിരിക്കുക. ഇന്നത്തെ കാര്യങ്ങൾ കണ്ട്, ഇന്നത്തെ വീട്, ഇന്നത്തെ ജോലി, ഇന്നത്തെ കാറ്, ഇന്നത്തെ സാമ്പത്തികം, ഇന്നത്തെ സന്തോഷമൊക്കെ കണ്ട് നമ്മൾ ഉല്ലസിക്കുമ്പോൾ യേശു അത് കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നവരുടെ നാളുകൾ അറിയുന്ന ഒരു കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? പ്രൈസ് ദി ലോർഡ്. നാളെ എന്ത് സംഭവിക്കുമെന്ന് എനിക്കോ നിങ്ങൾക്കോ അറിയത്തില്ല, പക്ഷേ നിന്റെ നാളെ അറിയുന്ന ഒരു യേശു ഇവിടെ വന്നിട്ടുണ്ട്. യേശുവിൻ്റെ സങ്കടം നീ സന്ദർശനകാലം അറിഞ്ഞില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കൺവെൻഷൻ വെച്ചപ്പോൾ ആർക്കും അതിന്റെ ഗൗരവം ഒരുപക്ഷെ പിടികിട്ടി കാണത്തില്ല. ഈസ്റ്റ് മാറാടി എന്ന് പറയുന്ന ഈ മനോഹരമായ ഈ ദേശത്തെ ഇന്നും നാളെയും നാളെ കഴിഞ്ഞൊക്കെയായി യേശു സന്ദർശിക്കുകയാ. നിനക്കത് മനസ്സിലായി കാണത്തില്ല. പക്ഷെ ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, ഇവിടെ ആരെയൊക്കെയോ യേശു ആഴമായി സ്നേഹിക്കുന്നു. നിന്റെ കുടുംബത്തിന്റെ ഉള്ളറയിൽ നാളെ ശത്രു 4 പാട് നിന്നെ ഞെരുക്കി നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും തകർക്കാതിരിക്കുവാൻ, നിന്റെ കുടുംബത്തിൽ ഒരു നിലവിളി ഉയരാതിരിക്കുവാൻ ഈ ദേശത്തെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഒരു രാത്രി കൂടെ ദൈവവചനം കേൾക്കുവാൻ ഈ ദേശത്തിന് ഭാഗ്യമുണ്ടായതെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവർ ഈ രാത്രിയെ കരമൊന്നടിച്ച് ദൈവത്തെ സ്തുതിക്കണം. യേശു ഈ ദേശത്തെ സന്ദർശിച്ച രാത്രിയാണിത്.
പ്രൈസ് ദി ലോർഡ്. യേശു കരഞ്ഞോണ്ട് പറയുകയാണ്, ഒരു കോഴി തൻ്റെ ചിറകിൻ്റെ മറവിൽ തൻ്റെ കുഞ്ഞിനെ ചേർക്കുന്നത് പോലെ നിന്നെ ചേർത്ത് നിർത്താൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിനക്കോ മനസ്സായില്ല. സ്തോത്രം പറയണേ. ഇന്ന് രാത്രി യോഗം വെച്ചത് ചിറകിന്റെ പരിധിക്കപ്പുറത്തൂടെ പോയിട്ട് നിന്നെ ചുറ്റിപ്പറക്കുന്ന മാംസദാഹിയായ കഴുകൻ നിന്നെ കൊത്തിക്കൊണ്ടുപോയി വലിച്ചു കീറി തകരുന്നതിന് മുമ്പേ നിന്നെ ദൈവത്തിന്റെ ചിറകിന്റെ മറവിൽ, അത്യുന്നതന്റെ മറവിൽ മറയ്ക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. വിശ്വസിക്കുന്നവര് മാത്രമേ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. ഈ പട്ടണത്തെ ദൈവം സന്ദർശിക്കുന്ന രാത്രിയായത്. വിശ്വസിക്കുന്നവരെ കരമൊന്ന് ചേർത്തടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ. അങ്ങകലെ വനാന്തരത്തിൽ ആരുടെയോ ആടുകളെ മേയിച്ചുകൊണ്ട് വളരെ കഷ്ടപ്പെട്ട രാത്രിയിൽ ഗോശാലയിൽ ആട്ടുംകുട്ടികളെ കയറ്റിവിട്ട് ഗോശാല അടച്ച് നല്ല മഞ്ഞുള്ള രാത്രിയിൽ തണുപ്പടിച്ച് വെളിയിൽ കിടക്കുന്ന ഇടയന്മാര്, വലിയ വിദ്യാഭ്യാസവും വിവരവും ഒന്നുമില്ല, ഇടയന്മാര്, സാധുക്കളാ. അവരാ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരു സ്വർഗീയ ഗാനം കേട്ടു. ബേത്ലഹേമിനെ ദൈവം സന്ദർശിച്ചിരിക്കുന്നു, നിങ്ങൾക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. സന്ദർശനം കേട്ടപ്പോൾ വലിയ വിദ്യാഭ്യാസവും വിവരവും ഒന്നും ഇല്ലെങ്കിലും നക്കാപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ആട്ടിടയന്മാരായ സാധുക്കള് ആ രാത്രി എഴുന്നേറ്റു. അവരുടെ ഗോശാല ഒന്നുകൂടെ പൂട്ടി. അവർ ഈ ദൂത് ശരിയാണോ എന്നറിയാൻ ബേത്ലഹേമിലേക്ക് നടന്നു. മറിയയുടെയും യോസഫിന്റെയും കൂടെ പിറന്നു വീണ ലോകത്തിന്റെ രക്ഷകനാകുന്ന യേശു കുഞ്ഞിനെ കണ്ടിട്ട് അവർക്ക് പാട്ട് പാടാൻ ഗായക സംഘമില്ലായിരുന്നു, കൂടെ പാടാൻ നമ്മുടെ ഗ്രേസി അമ്മച്ചി ഇല്ലായിരുന്നു. പാട്ടുപാടാൻ ആളില്ലെങ്കിലും അന്വേഷിച്ചു വന്നവന് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഗായക സംഘം ഇറങ്ങി. നല്ല സ്തോത്രം പറയണം. ഇന്ന് രാത്രി നിനക്ക് സപ്പോർട്ടർ ഇവിടെ ആരുമില്ലെങ്കിലും സ്വർഗത്തിൽ നിന്ന് ഗായക സംഘം ഇറങ്ങി. അവര് ചേർന്ന് ഇടയന്മാരോട് കൂടെ പാടി. ഇന്ന് രാത്രി പ്രിയരെ, പല മാന്യന്മാർക്കും വെളിപ്പെടാത്തത് സാധുക്കളായ ഇടയന്മാർക്ക് വെളിപ്പെട്ടപ്പോൾ അവർ സന്ദർശനം അറിഞ്ഞു. അവരറിയാവുന്ന ഭാഷയെ പാടി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഈ ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഒരു ഹല്ലേലൂയ പറയണം. അപ്പൊ ആട്ടിടയന്മാര് സന്ദർശനം അറിഞ്ഞു. ഒരു മനുഷ്യൻ വേദപുസ്തകത്തിലെ ന്യായപ്രമാണ പുസ്തകങ്ങളും ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തന, ന്യായപ്രമാണ പുസ്തകങ്ങൾ, പ്രവാചക പുസ്തകങ്ങൾ, സങ്കീർത്തന പുസ്തകങ്ങൾ തോൾച്ചുരുളുകളിൽ നിന്ന് തോൾച്ചുരുളുകളിലേക്ക് ഇങ്ങനെ പകർത്തി എഴുതുന്ന ഒരു ന്യായശാസ്ത്രി, പേര് ശിമയോൻ. അദ്ദേഹം എഴുതി 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 യെശയ്യാ പ്രവചനത്തിൽ ഒരു വാക്യം കണ്ടു. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. അവൻ മുഴുലോകത്തിന്റെ പാപത്തിൽ നിന്നും ജനത്തെ രക്ഷിപ്പാനുള്ളവനാകയാൽ നീ അവന് യേശു എന്ന് പേരിടണം. ഈ വാക്യം കണ്ടപ്പോൾ വന്യവയോധികനായ എഴുത്തുകാരനായ ശാസ്ത്രിയായ ശിമയോൻ ഒരു കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുകയോ അതാസാധ്യമാണ് എന്ന് ചിന്തിച്ച് എഴുത്തു നിർത്തി. ഏത് ദൂതനാണോ യെശയ്യാവ് എന്ന പ്രവാചകനെ കൊണ്ട് എഴുതിച്ചത്, അതേ ദൂതൻ ശിമയോന് വെളിപ്പെട്ടു. ശിമയോനെ, അതിവേഗത്തിൽ നിവർത്തിക്കപ്പെടുവാൻ പോകുന്ന എന്റെ ഏത് ദൂത് നീ സംശയിച്ചോ, ആ ദൂത് നിന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടല്ലാതെ നീ മരണം ആസ്വദിക്കത്തില്ല എന്ന് സ്വർഗത്തിൽ നിന്ന് അരുളപ്പാട് കിട്ടി. ഇന്ന് രാത്രി എനിക്കൊരു ദൂത് കൈമാറാനുണ്ട്. നീ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ ദൈവം നിന്നോടൊരു ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ
കണ്ണുകൊണ്ട് കണ്ടിട്ടല്ലാതെ നീ മരിക്കത്തില്ലെന്ന് വിശ്വസിക്കാൻ കരുത്തുള്ളവരുണ്ടെങ്കിൽ അവർ രാത്രി കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച്, സ്വർഗം നിന്നോട് ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തം നിന്റെ കണ്ണുകൊണ്ട് കാണും. ഹല്ലേലൂയ. ഈ ദൈവശബ്ദം കേട്ട ശിമയോൻ എന്ന ഭക്തനായ വന്യ വയോധികൻ തന്റെ തോൽച്ചുരുളുകളും എഴുത്തുകോലും എല്ലാം എടുത്തുകൊണ്ട് ആലയത്തിന്റെ മൂലയ്ക്ക് പോയിരിക്കുക. അപ്പോൾ തന്നെ മറ്റൊരു മൂലയ്ക്ക് ആസേർ ഗോത്രത്തിൽപ്പെട്ട ഒരമ്മച്ചി, പ്രായം 100 മേളില്ല. നമ്മുടെ അമ്മച്ചിക്ക് 86 ഉള്ളെന്ന് തോന്നുന്നല്ലേ, 83 ഉള്ളു. സോദരൻ, ഈ അമ്മച്ചിക്ക് 100 മേളിൽ പ്രായമാണ്. കന്യാകാലത്തിന് ശേഷം കല്യാണം കഴിഞ്ഞു. കന്യാകാലം നമുക്ക് നമ്മുടെ നാടിൻ്റെ സീസൺ 17 കൂട്ടിക്കോ, ശരിയാകണമെന്നില്ല. ഇറങ്ങി വരുമ്പോൾ എന്നോട് വഴക്കുണ്ടാക്കല്ലേ, പ്രായം പറഞ്ഞാൽ ഒരു 17 കൂട്ടിക്കോ. സ്തോത്രം. അത് കഴിഞ്ഞ് കല്യാണം കഴിച്ചിട്ട് 8 വർഷം ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചു. പിന്നെ ഭർത്താവ് മരിച്ചു. പിന്നെ ഒരു 84 വർഷം വിധവയായി ജീവിച്ചു. അതാ ഞാൻ പറഞ്ഞ 100 മേളിൽ പ്രായമാണെന്ന് പറഞ്ഞു. സ്തോത്രം. ഈ അമ്മച്ചിയും വന്ന് മൂലക്കിരിക്കുകയാണ്. ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിലെ കുഞ്ഞുങ്ങളുണ്ടായാൽ ആൺപൈതലാണെങ്കിൽ ആ കുഞ്ഞിന് 40 ദിവസം പ്രായമാകുമ്പോൾ അതിൻ്റെ അമ്മയുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് അപ്പനും അമ്മയും ഈ കുഞ്ഞുമായിട്ട് ജീവനുള്ളൊരു യാഗവസ്തുവുമായി ആലയത്തിൽ വരണം. ഒന്നുകിൽ ഒരു ആട്ടിൻകുട്ടി, അല്ലെങ്കിൽ ഒരു കോലാട്ടുകൊറ്റൻ, അല്ലെങ്കിൽ ഒരു പശുക്കിടാവ്. ഇതൊന്നും മേടിക്കാൻ പൈസ ഇല്ലാത്ത നമ്മുടെ യേശുവിൻ്റെ കുടുംബത്തിലെ ജോസഫിനെ പോലുള്ള തച്ചനാണെങ്കിൽ 2 പ്രാവും കുഞ്ഞാണെങ്കിലും കൊണ്ടുവരണം. കാരണം കൈയിരിക്കുന്ന ദൈവത്തിന് ദാനം ജീവനുള്ളതായതുകൊണ്ട് ജീവൻ തന്ന ദൈവത്തിന് അർപ്പിക്കുന്ന വസ്തുവും ജീവനുള്ളതായിരിക്കണം. അതുകൊണ്ട് ഒരു സ്തോത്രം പറഞ്ഞാലും ജീവനുള്ളതായിരിക്കണം. ഒരല്ലേ പറഞ്ഞേ. അങ്ങനെ 2 പ്രാവും കുഞ്ഞുങ്ങളുമായി ഈ ആലയത്തിലേക്ക് ജോസഫും മറിയയും യേശുക്കുഞ്ഞും വരുമ്പോൾ മൂലക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന സെക്കരിയായി ഈ ശിമയോനെ വിളിച്ച് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, ശിമയോനെ, വർഷങ്ങൾക്കും നിന്നോട് പറഞ്ഞില്ലേ കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. ആ കുഞ്ഞിനെ നിന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടല്ലാതെ നീ മരണം ആസ്വദിക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ദേ ആ കുഞ്ഞു വരുന്നുണ്ട്. ഈ പ്രായം മറന്ന് ഈ മനുഷ്യൻ ചാടി എഴുന്നേറ്റ് ഓടിച്ചെന്ന് മറിയയുടെ കയ്യിൽ നിന്ന് ആ കുഞ്ഞിനെ ഏറ്റുവാങ്ങി മാർവോടണച്ച് 2 കവിളി ചുംബിച്ചിട്ട് ആ ധന്യനായ മനുഷ്യൻ വിളിച്ചത് അല്ലെ ഉണ്ണീശോയെ നല്ല കേട്ടോ, നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. ആ വലിയ മനുഷ്യൻ വിളിച്ചത് നാഥാ, അടിയനെ സമാധാനത്തോടെ വിട്ടയക്കണേ. എനിക്കൊരു ചെറിയ ചോദ്യം. ആദരണീയനായ വന്യവയോധികനായ ശിമയോനപ്പച്ച 40 ദിവസം പ്രായമായ കൊച്ചിനോട് എന്നെ സമാധാനത്തോടെ വിട്ടയക്കണമെന്ന് പറയാൻ ഈ കുഞ്ഞാരാ? എടോ PC ചെറിയാനെ, തനിക്ക് മനസ്സിലായില്ല ഈ കുഞ്ഞാരാന്ന്? ഒന്നിവൻ സമാധാന പ്രഭുവാ. അതുകൊണ്ടാണ് ഞാൻ അവനോട് സമാധാനത്തോടെ അയക്കാൻ പറഞ്ഞത്. 2, എന്റെ പ്രാണൻ അവന്റെ പാണ്ഡത്തിൽ കെട്ടിയേക്കുക. അവന്റെ പാണ്ഡം അഴിച്ചാലേ എന്റെ പ്രാണം വിടത്തുള്ളൂ. സ്വത്രം പറയണം. ഇന്ന് രാത്രിയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട്. ഇവിടുത്തെ ഐസിയുവിലല്ല നിന്റെ പ്രാണൻ ഇരിക്കുന്നത്. ഇവിടുത്തെ വെന്റിലേറ്ററിലല്ല നിന്റെ പ്രാണന്. ഇവിടുത്തെ ഓക്സിജൻ സിലിണ്ടറിലല്ല നിന്റെ പ്രാണൻ. അവര് പറയും അത് ഊരിയാൽ ഉടനെ നീ പോകുമെന്ന്. അങ്ങനെ ഒന്നും പോകത്തില്ല. നിന്റെ പ്രാണൻ അവന്റെ പാണ്ഡത്തിൽ കെട്ടിയേക്കുക. വിശ്വസിക്കുന്നവര് മാത്രം ഇന്ന് രാത്രി കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച് നിന്റെ ആയുസ്സും പ്രാണനും അവന്റെ കയ്യില്. ഹല്ലേലൂയ. എന്നിട്ട് യേശുവിനെ 40 ദിവസം പ്രായമായ യേശുവിനെ വന്യവയോധികനായി മനുഷ്യൻ പിടിക്കുകയാണ്. നാഥാ, ഇസ്രായേലിന്റെ മഹത്വവും സർവജാതിയുടെയും രക്ഷകനും സർവജനത്തിന്റെയും വെളിച്ചവുമായവനെ എന്റെ കണ്ണ് കണ്ടല്ലോ. ഇന്ന് രാത്രിയിൽ ശിമയോൻ സന്ദർശനമറിഞ്ഞു. ആട്ടിടയന്മാര് സന്ദർശനമറിഞ്ഞു.
ശിമയോൻ പാടി സ്തുതിക്കുന്ന കണ്ടപ്പോൾ മൂലക്കിരുന്ന 100 വയസ്സിന് മേലുള്ള അമ്മച്ചി, വിധവയായ അമ്മച്ചി ഹന്ന എന്ന അമ്മച്ചി ചാടി എഴുന്നേറ്റു, ഓടി വന്ന് ഈ കുഞ്ഞിനെ ഏറ്റുവാങ്ങി. ഹന്ന സന്ദർശനം അറിഞ്ഞു. പക്ഷെ എല്ലാ ദിവസവും ആലയത്തിൽ വന്ന് തിരുവെഴുത്തുകളെ വായിക്കുകയും ആലയത്തിൽ വന്ന കൂനയായ അമ്മച്ചിയെ നേരെ നിർത്തുകയും 18 വർഷം വളഞ്ഞു നിന്ന അമ്മച്ചിയെ നേരെ നിർത്തുകയും ആലയത്തിൽ വന്ന് കൈ വരണ്ടവനെ സൗഖ്യമാക്കുകയും ആലയത്തിൽ വന്ന ഭൂതഗ്രസ്തനെ വിടുവിക്കുകയും ഒക്കെ ചെയ്ത യേശു നിരന്തരമായി 33.5 വർഷം ആലയത്തിൽ വന്നിട്ടും ഇസ്രായേൽ ആ സന്ദർശനം അറിഞ്ഞില്ല. പാവപ്പെട്ട ഇടയന്മാര് സന്ദർശനം അറിഞ്ഞു. പാവപ്പെട്ട ശിമയോനപ്പച്ചൻ സന്ദർശനം അറിഞ്ഞു. പാവപ്പെട്ട ഹന്ന എന്ന വിധവ സന്ദർശനം അറിഞ്ഞു. അങ്ങ് കിഴക്കെവിടെയോ ഇരുന്ന വിദ്വാൻമാര് സന്ദർശനം അറിഞ്ഞു. ഇന്ന് രാത്രി യേശു കരയുന്നത് നീ സന്ദർശനം അറിഞ്ഞില്ലല്ലോ. ഈ ദേശത്തോട് രാത്രി പറയട്ടെ, സ്നേഹിത, എല്ലാം പിശാചിന്റെ പോരാട്ടമല്ല. ചിലതൊക്കെ ഇന്ന് രാത്രിയിൽ എന്റെ യേശുവിന്റെ സന്ദർശനമാണ് തിരിച്ചറിയേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദുഷ്ടാത്മസേനകളോടും അന്ധകാരത്തിൻ്റെ ലോകാധിപതിയോടുമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ എതിരാളിയുടെ പേര് വെട്ടേറ്റ് നിലത്തു വീണവൻ എന്നാണ്. എല്ലാവരും പറഞ്ഞ ആ പദമൊന്ന്, വെട്ടേറ്റ് നിലത്തു വീണവൻ. അവന് വീഴുന്നതിന് മുമ്പേ 6 ചിറകുണ്ടായിരുന്നു. 6 ചിറക്. 2 ചിറക് കൊണ്ട് കാല് മറച്ച്, 2 ചിറക് കൊണ്ട് മുഖം മറച്ച്, 2 ചിറക് കൊണ്ട് പറന്നു വന്നായിരുന്നു ആരാധിക്കുന്നത്. സ്തോത്രം. അവനുള്ളിൽ നിഗളിച്ചപ്പോൾ ദൈവം അവനെ വെട്ടി നിലത്തിട്ടു. അവൻ വീണപ്പോൾ, ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണേ, അവൻ വീണപ്പോൾ അവൻ്റെ ആ വീഴ്ചയിൽ ദൈവദൂതന്മാർ പോലും ആർത്തുല്ലസിച്ച മനോഹരമായ ഈ ഭൂമി, പാർപ്പാൻ വേണ്ടി ഉണ്ടാക്കിയ ഭൂമി ഒറ്റ നിമിഷം കൊണ്ട് പാഴായിപ്പോയി, ശൂന്യമായിപ്പോയി, താണുപോയി. മീതെ വെള്ളം വന്ന് മൂടി, ഇരുട്ടതിൻ്റെ മീതെ മൂടി. അവൻ്റെ വീഴ്ച ഉണ്ടായിരുന്നതിനെല്ലാം പാഴാക്കി കളഞ്ഞു. ഏതെങ്കിലും ഒരു കുടുംബത്തിൽ അവൻ കയറിയാൽ ആ കുടുംബത്തെ പാഴാക്കും, ആ കുടുംബത്തെ ശൂന്യമാക്കും. പ്രൈസ് ദി ലോർഡ്. അവൻ അന്ന് തൊട്ട് പറക്കത്തില്ല, അവൻ എഴഞ്ഞാണ് നടക്കുന്നത്. അവൻ എഴഞ്ഞ് മരത്തെ കയറി ഫ്രൂട്ട്സ് വരെ പറിച്ച് അവയ്ക്ക് കൊടുക്കാൻ അറിയാവുന്നവനാണ്. നിങ്ങൾ മിണ്ടുന്നില്ല. അവൻ അന്ന് തൊട്ട് എഴയും. നിൻ്റെ കുടുംബത്തിനകത്ത് എഴഞ്ഞ് കയറും. അതുകൊണ്ടാ ദൈവം പറഞ്ഞ ഉള്ള തോട്ടം നീ സൂക്ഷിച്ചോണം. ഒരു സ്തോത്രം പറഞ്ഞേ. ആ ഭൂമിയെ തമ്പുരാൻ ഉയർത്തിയെടുക്കാൻ വേണ്ടി ഉപയോഗിച്ചത് പരിശുദ്ധാത്മാവിനെയാണ്. മീതെ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഏതെങ്കിലും ഒരു കുടുംബം പാഴായിട്ടുണ്ടെങ്കിൽ മീതെ ദൈവാത്മാവ് പരിവർത്തിച്ചാൽ ആ പാഴായ കുടുംബത്തെ ഉയർത്തിക്കൊണ്ട് വരുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിച്ച് നിന്റെ കുടുംബത്തിൻ്റെ ശൂന്യത മാറണമെങ്കിൽ ഹല്ലേലൂയ. ഓ റബ്ബ ശബ്ദരാധരാജ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ തമ്പുരാൻ കൽപ്പിക്കാൻ തുടങ്ങി. എന്താ കൽപ്പിച്ചത്? ഇരുട്ട് മാറട്ടെ, വെളിച്ചം ഉണ്ടാകട്ടെ. ഈ പട്ടണത്തിൽ സുവിശേഷം പ്രസംഗിച്ചാലത്തെ ഒന്നാമത്തെ ഗുണം പട്ടണത്തിൻ്റെ അന്ധകാരം മാറും. ഇന്ന് രാത്രി ഇവിടെ ഒത്തിരി ആളില്ലെങ്കിലും ദേശത്തെ പല കുടുംബത്തിൻ്റെ ഇരുട്ട് മാറിക്കൊണ്ടിരിക്കുക. വിശ്വസിക്കുന്നവരെ ദൈവത്തെ സ്തുതിക്കാവുള്ളൂ. പല കുടുംബങ്ങളുടെ അന്ധകാരം ഈ രാത്രി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് വെളിച്ചം ഈ രാത്രി യേശുവിൻ്റെ നാമത്തിൻ്റെ വചനത്തിൻ്റെ വെളിച്ചം ഈ പട്ടണത്തിലുണ്ട്. വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആ ഭൂമി ഇരുട്ട് മാറി, വെളിച്ചമുണ്ടായി. വെള്ളം ഒരു ഭാഗത്തേക്ക് മാറട്ടെ എന്ന് ദൈവം കൽപ്പിച്ചപ്പം വെള്ളം മാറി ഭൂമി കാണായി വന്നു. ഭൂമി കാണായി വന്നപ്പോൾ ആരും കൊണ്ട് സീഡൊന്നും ഇട്ടില്ല. അതേതരം സസ്യങ്ങളും വൃക്ഷങ്ങളും മുളച്ചു വന്നു. ഒരു സ്വതന്ത്രം പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ മാറേണ്ടി ഇരുട്ട് മാറിയാൽ അതുവരെ ഇല്ലാത്ത എല്ലാം മുളച്ചു വരും.
ആരോഗ്യവും സമ്പത്തും നന്മയും ഐശ്വര്യം എല്ലാം മുളച്ചു വരും. വിശ്വസിക്കുന്നവർ മാത്രമേ സ്തുതിക്കാവുള്ളൂ. നിന്റെ കൂടാരത്തിൽ നിന്ന് ശൂന്യമാക്കപ്പെട്ടതെല്ലാം ഇന്ന് രാത്രി ദൂത് കേൾക്കുമ്പോൾ നിന്റെ കൂടാരത്തിൽ വീണ്ടും മുളച്ചു വരുമെന്ന് വിശ്വസിക്കാൻ കരുത്തുള്ളവരുണ്ടെങ്കിൽ അവരെ കരമൊന്ന് ചേർത്തടിച്ച് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ച് നിന്റെ കൂടാരത്തിൽ പുതിയ നന്മകൾ. ഹല്ലേലൂയ. ആ ഭൂമിയിൽ ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് മനുഷ്യനോട് പറഞ്ഞൊരു വാക്കുണ്ട്, മനുഷ്യ നീ ഭൂമിയിൽ വാഴണം. എല്ലാവരും പറഞ്ഞേ, കേട്ടില്ല? അതെങ്കിലും ഒരു ആരോഗ്യത്തിൽ പറഞ്ഞേ. മെറ്റോന്റെ പണി എഴയുകയാണ്, നമ്മുടെ പണി വാഴുകയാണ്. ഹലോ, നിങ്ങൾക്ക് മനസ്സിലായോ? മെറ്റോന്റെ പണി എഴയുകയാണ്. അവൻ എഴഞ്ഞകത്ത് കയറിയാൽ നമ്മുടെ അല്ലേലുയ്യ പോലും എഴഞ്ഞു പോകും. നമ്മൾ പറയില്ലേ, ഒരു അല്ലേലുയ്യ പറഞ്ഞാണെന്ന് പറയുമ്പോൾ നമ്മൾ അല്ലേലുയ്യ എന്ന് പറയത്തില്ലേ? അവൻ എഴഞ്ഞേ പറയത്തുള്ളൂ. അവൻ 9 മണിക്ക് യോഗമാണെങ്കിൽ 10:30 ഹോളി വരത്തുള്ളൂ. കാരണം അവൻ വീട്ടിൽ നിന്ന് എഴഞ്ഞാണ് വരുന്നേ. സ്തോത്രം പറഞ്ഞില്ല. ഇവൻ്റെ ആധിപത്യം ഉണ്ടെങ്കിൽ അവൻ എഴഞ്ഞെല്ലാം ചെയ്യത്തുള്ളൂ. പക്ഷെ നിന്നെ വിളിച്ചത് എഴയാനല്ല, വാഴാനാ. ഈ രാത്രി നീ ദേശത്ത് വാഴണം, നിന്റെ കുടുംബത്തിൽ വാഴണം, നിന്റെ ശുശ്രൂഷയിൽ വാഴണം. ആത്മാവിൻ്റെ അധികാരമുള്ളവർ ചേർന്ന് നന്നായിട്ട് ഇന്ന് രാത്രി പറ, ഞാൻ സകലത്തിൻ്റെ മേലും വാഴുമെന്ന് പറ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരിലെ ഏറ്റവും വലിയ ആദ്യത്തെ മനുഷ്യന്റെ പേര് നിമ്രോദ് എന്നായിരുന്നു. എന്താണ് നിമ്രോദ്? അവൻ നായാട്ടു വീരനായിരുന്നു, രാജാവായി. അവനൊരു വലിയ ബിൽഡിങ് പണിതു, ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ വലിയ ബിൽഡിങ്. സ്തോത്രം. ഇന്നത്തെ ടെക്നോളജി ഒന്നുമില്ല, AI സിസ്റ്റം ഒന്നുമില്ല. ഒരല്ലേ പറഞ്ഞ്, നൂതനമായ AI സിസ്റ്റം ഒന്നും ഇല്ലാത്ത അന്നത്തെ കാലത്ത് ആകാശം മുട്ട ഉയരുന്ന ഒരു വലിയ ഗോപുരം പണിതു. പ്രൈസ് ദി ലോർഡ്. പാക്ഷ കലക്കി പണി പൊളഞ്ഞു. പാക്ഷ കലങ്ങിയാൽ കുടുംബം പൊളിയും. പാക്ഷ കലങ്ങിയാൽ പണി മുടങ്ങും. പാക്ഷ കലങ്ങിയാൽ സഭ പൊളിയും. സ്വത്രം പറഞ്ഞേ. അതുകൊണ്ട് പാക്ഷ കലങ്ങാതെ സൂക്ഷിച്ചോണം. പ്രൈസ് ദി ലോർഡ്. ഉപദേശി പറയുന്നതും കമ്മിറ്റി പറയുന്നതെല്ലാം പാക്ഷ ഒന്നായിരിക്കണം. ഒന്നാണെങ്കിൽ സഭ പൊളിയത്തില്ല. പാക്ഷ രണ്ടായാൽ എല്ലാം പൊളിഞ്ഞിരിക്കും. ഭാര്യ പറയുന്നതും ഭർത്താവ് പറയുന്നതും പാക്ഷ ഒന്നായിരിക്കണം. തമ്മിൽ ഗ്രഹിക്കാവുന്ന പാക്ഷയാണെങ്കിൽ കുടുംബം നശിക്കത്തില്ല. അപ്പനും അമ്മയും മക്കളും പറയുന്ന പാക്ഷ ഒന്നാണെങ്കിൽ ആ കുടുംബം നശിക്കും. ഒരല്ലേ പറഞ്ഞേ, പാക്ഷ കലങ്ങിയാൽ എല്ലാം തകരും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പാക്ഷ കലക്കിയാണ് ഒന്നാമത്തെ പണി പൊളിഞ്ഞതെങ്കിൽ 2000 വർഷം മുമ്പ് എൻ്റെ യേശു പറഞ്ഞു, ഞാൻ പണി. പാതാള ഗോപുരം അതിനെ ജയിക്കത്തില്ല. കർത്താവ് പണിയുമെന്ന് പറഞ്ഞ് സഭയുടെ പണി തുടങ്ങിയത് പാഷ തന്നോണ്ടാ. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല. പാക്ഷ കലക്കിയാണ് നിമ്രോദിന്റെ പണി പൊളിച്ചതെങ്കിൽ സഭയുടെ പണി തുടങ്ങിയത് പാഷ തന്നോണ്ടാ. ഇന്ന് രാത്രി പാഷ ലഭിച്ചവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. നിന്റെ അതരത്തിൽ തന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ പാഷയ്ക്ക് ഇന്ന് രാത്രി ദേശങ്ങളെ, കുടുംബങ്ങളെ പണിയാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. 120 പേര് ഒന്നാമത്തെ നമ്മുടെ സഭയ്ക്ക് 120 പേരെ ഉള്ളായിരുന്നു. നമ്മൾ ഇതിനകത്ത് അത്രയും പേരൊക്കെ ഉണ്ട്. ഒരല്ലേ പറഞ്ഞേ. അപ്പൊ നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട. ആദ്യത്തെ കൂടി വരെ 120 പേരെ ഉള്ളായിരുന്നു. 120 പേര് പ്രാർത്ഥിച്ച് 10ാമത്തെ ദിവസം ആത്മാവിറങ്ങിയപ്പോൾ ഉച്ചരിക്കാൻ കൊടുത്ത ഭാഷയിൽ അങ്ങോട്ട് സംസാരിച്ചു. സംസാരം കേട്ടപ്പോൾ അങ്ങ് അകലെയുള്ള യെരൂശലേം ദേവാലയത്തിൽ വന്ന ജനമെല്ലാം കൂടെ ഓടി ഇങ്ങോട്ട് വന്നു. ഭാഷ കേട്ടാ ജനം ഓടി വരും. സ്വത്രം പറഞ്ഞില്ല. നീ വന്ന് ഉറങ്ങാതെ ചത്തുപുത്തി ഇരുന്നാൽ ഒന്നും ആത്മാക്കൾ വരത്തില്ല. നീ ഇവിടെ വന്ന് 4 അന്യഭാഷ പറഞ്ഞ് ഇവിടുത്തെ പിശാചിനെ കെട്ടഴിയുകയും ചെയ്യും, ദേശം പിടിപ്പിക്കപ്പെടുകയും ചെയ്യും, ആത്മാക്കൾ വരികയും ചെയ്യും. നല്ല അല്ലലിയെ പറയണം. നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. ഈ 3000 പേരെ അവിടെ വന്നോളം തെറ്റിദ്ധരിക്കല്ലേ. അവിടെ വന്ന 10,000 ആളുകളാണ്. പെന്തക്കോസ്ത് നാൾ യെരൂശലേമിൽ വന്നവരെല്ലാം ഇങ്ങോട്ട് വന്നു. സ്നാനപ്പെട്ടത് 3000 പേരാ. ഒരല്ലേ പറഞ്ഞ്. അപ്പൊ 10,000 പേര് വന്നാലും ലിസ്റ്റിൽ ആരുടെ പേരേ വരത്തുള്ളൂ? പറ. സ്നാനപ്പെട്ടവരുടെ പേരെ വരത്തുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പെന്തക്കോസ്ത് നാളിൽ യെരൂശലേമിൽ വന്ന മൊത്തം പേര് ഇങ്ങോട്ട് വന്നു കാണും. പക്ഷെ 3000 പേര് സ്നാനപ്പെട്ട് സഭയോട്
ചേർന്ന് അവരെ ലിസ്റ്റിനകത്തുള്ളൂ. ഇന്ന് രാത്രിയിൽ നീ ഏത് മിടുക്കനായാലും സ്നാനപ്പെട്ടാലേ ലിസ്റ്റിൽ പേര് വരത്തുള്ളൂ. ഒരു ഹല്ലേലൂയ പറഞ്ഞേരെ. ഹല്ലേലൂയ. നമ്മുടെ ഈ നിക്കോദീമോസ് എന്ന് പറയുന്ന മാന്യനായ മനുഷ്യൻ യേശുവിൻ്റെ അടുക്കലോട്ട് വന്നപ്പോൾ യേശുവിനെ ആരംഭത്തിൽ അവസാനം അറിയാവുന്ന ആളാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ. പ്രൈസലോ. യേശുവിന് ഇവനെ കണ്ടപ്പോഴേ മനസ്സിലായി ഇവനാണ് എൻ്റെ ബോഡി ക്രൂശ് എന്ന് ആണി ഊരി ഇറക്കുന്നത്. ഒരല്ലേ പറഞ്ഞേ, ഇവനാണ് എൻ്റെ ബോഡി നല്ല നിർമ്മല ശീലയ്ക്കകത്ത് പൊതിയുന്നത്, ഇവനാണ് എൻ്റെ മുഖം റൂമാല് കൊണ്ട് പൊതിയുന്നത്, ഇവൻ്റെ പോക്കറ്റിലെ പൈസക്കാണ് 100 റാത്തൽ സുഗന്ധം മേടിച്ച് എൻ്റെ ബോഡിയെ വെക്കുന്നത്. ഇവരും അരിമത്തിയിലെ മന്ത്രി യോസഫ് കൂടാണ് ഈ ബോഡി എടുത്തുകൊണ്ട് യോസഫിൻ്റെ കല്ലറ വെക്കുന്നത് എന്നെല്ലാം അറിയാമായിട്ട് യേശു പറഞ്ഞു, നിക്കോദീമോസേ, ആമീൻ ആമീൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കത്തില്ല. ഇന്ന് രാത്രി ദൈവരാജ്യത്തിൽ പോകുവാൻ വേറെ ഒരു മാർഗവുമില്ല. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നീ പുതുതായി ജനിച്ചാൽ മാത്രമേ ദൈവരാജ്യം കാണത്തുള്ളൂ. നീ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചാലേ കടക്കത്തുള്ളൂ. സന്തോഷമുള്ളവർ കരമടിച്ചിന്ന് രാത്രി ഒരു നിമിഷം ദൈവത്തെ സ്തുതിച്ച് ദേശത്തിന് രാത്രി ചില ജീവിതങ്ങൾ പുതുതായി ജനിക്കട്ടെ. ഹല്ലേലൂയ. യേശു നിത്യേന ദേവാലയത്തിൽ വന്ന് തിരുവെഴുത്തുകളെ തുറന്ന് വായിച്ചിട്ടും അവരാരും സന്ദർശനം അറിഞ്ഞില്ല. പക്ഷെ യേശു ഒരു ദിവസം ബെഥാനിയിലൂടെ യെരിഹോവിലൂടെ കവർന്നഹോമിലേക്കുള്ള യാത്രയിലാണ്. യെരിഹോവിലൂടെ വരുമ്പോൾ പിറവിയിലെ 2 കണ്ണില്ലാത്ത കുരുടനായ ഒരു മനുഷ്യൻ ഇരുന്നും കൊണ്ട് വഴിയരിയിലിരിക്കുക, ഇരുന്നും കൊണ്ടിരിക്കുക. വലിയ പുരുഷാരം പോകുന്ന കേട്ടപ്പോ അവൻ ചോദിച്ചു, ആരാ പോന്നേ? അപ്പൊ അവര് പറഞ്ഞു, നസ്രയനായ യേശു പോകുകയാ. ഉടനെ ഈ മനുഷ്യൻ സന്ദർശനം അറിഞ്ഞു. ഹലോ, അവിടെ 10,000 യേശുവിന്റെ കൂടെ ഉണ്ട്. അവർക്കൊക്കെ യേശുവിനെ കണ്ടെങ്കിൽ സന്ദർശനം അറിഞ്ഞില്ല. പക്ഷെ ഈ 2 കണ്ണില്ലാത്തവ സന്ദർശനം അറിഞ്ഞു. അവൻ ഒറ്റ വിളി, സന്ദർശനം തന്റെ പടി കടന്നു പോകുന്നതിന് മുമ്പേ അവൻ വിളിച്ചു, ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ. അവനെ ആ ക്ഷണത്തിൽ സൗഖ്യമാക്കിയെങ്കിൽ ഇന്ന് രാത്രി സന്ദർശനം തിരിച്ചറിഞ്ഞാൽ നിന്റെ കെട്ടഴിയുകയാ, നിന്റെ വിടുതൽ നടക്കുകയാ. വിശ്വസിക്കുന്നവര് മാത്രം ദൈവത്തെ ആരാധിക്കട്ടെ. നീ ഇന്ന് രാത്രി മറ്റൊന്നും അറിഞ്ഞില്ലെങ്കിലും ദൈവത്തിന്റെ സന്ദർശനം അറിയണം. അവന് 2 കണ്ണൊക്കെ കൊടുത്ത് കാഴ്ച കൊടുത്ത് യേശു പിന്നെ മുൻപോട്ട് നടന്നു പോകുമ്പോൾ ഒരു പെൺകുട്ടി അവളുടെ സ്ത്രീത്വത്വം വെളിപ്പെട്ട നാൾ മുതൽ, തെറ്റിദ്ധരിക്കല്ലേ, അവളുടെ സ്ത്രീത്വത്വം വെളിപ്പെട്ട നാൾ മുതൽ അവൾ രോഗിയാണ്. രോഗം ആരംഭിച്ചിട്ട് 12 വർഷമായി. അവിടെ അപ്പൻ നല്ല മനുഷ്യനാ, അവിടെ അമ്മ നല്ല മനുഷ്യത്തിയാ. അവർക്കുള്ളതെല്ലാം വിറ്റ് വിള ചികിത്സിച്ചു. പ്രൈസ് ദി ലോർഡ്. ഉള്ള മുഴുവൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഇവളെ കൊണ്ടുപോയി. വൈദ്യന്മാരാലിക്കോ ചേറിയോന്ന് സഹിച്ചു. ഇവളോട് അപ്പനും അമ്മയ്ക്കും സ്നേഹം ഉണ്ടായിട്ടാണല്ലോ പൈസ ചെലവാക്കിയേ. ആണെങ്കിലും ന്യായപ്രമാണം അനുസരിച്ച് ഇവളെ വീട്ടിൽ കയറ്റാനൊക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവക്ക് വേണ്ടി സെപ്പറേറ്റ് ചെയ്ത മുറി, അവക്ക് കഴിക്കാൻ വേറെ പാത്രം, അവക്ക് ധരിക്കാൻ വേറെ തുണി, ഇതൊന്നും വീട്ടിലുള്ള ആരുടെ എടുക്കാനൊക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അവളെ ഒരു സെല്ലിനകത്ത് ജയിലിലിട്ട പോലെ വീടിനകത്ത് ഒരു മുറിക്കകത്ത് ഇട്ടേക്കുക. ചികിത്സയൊക്കെ ലഭിക്കുന്നുണ്ടെങ്കിലും പുറത്തിറങ്ങാനൊക്കത്തില്ല. അവൾ ആ മുറിക്കകത്ത് ഇറങ്ങുമ്പോൾ ആ പടിക്കക്കൂടെ ഒരു യാത, കവർന്നഹൂം കഴിഞ്ഞ് ബെഥാന്യ കഴിഞ്ഞ് യെരിഹോവ് കഴിഞ്ഞ് ഇങ്ങനെ നസ്രത്തിലേക്കുള്ള യാത്ര അവിടെ പടിക്കക്കൂടെ പോയപ്പോൾ ആ വീട്ടുകാരും പറഞ്ഞില്ലല്ലോ, അവള് സന്ദർശനം അറിഞ്ഞു. അവൾ അപ്പനൊരുക്കിയ ആ മുറിയുടെ കതക് തുറന്നിട്ട് ഇറങ്ങി ഒരു ഒറ്റ ഓട്ടമോടി, നിയമത്തെ ഭയപ്പെടാതെ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ കൂടെ ചെന്ന് ആ വസ്ത്രത്തിന്റെ വെളിമ്പിൽ ഒന്ന് തൊട്ടപ്പോൾ ക്ഷണത്തിൽ സൗഖ്യമായെങ്കിൽ ഇന്ന് രാത്രി ഞാൻ നിന്നെ ഓർപ്പിക്കട്ടെ, നീ സന്ദർശനം തിരിച്ചറിഞ്ഞാൽ
വിശ്വസിക്കുന്നവരെ മാത്രമേ ആരാധിക്കാവുള്ളൂ. നാളുകളായി വിടുതലില്ലാത്ത നിന്റെ ജീവിതത്തെ, അല്ലെ രോഗം കൊണ്ട് നിന്നെ കെട്ടി ഒരു കൂടാരത്തിന് ഒതുക്കിക്കളഞ്ഞ, ന്യായപ്രമാണത്തെ നിന്നെ ബന്ധിച്ചു കളഞ്ഞ ഈ ശാപരോഗത്തെ ഈ രാത്രി അഴിക്കാൻ നീ സന്ദർശനം തിരിച്ചറിയണം. ഈ രാത്രി ആരോടൊക്കെയോ ദൈവം ഇടപെടുകയാ. നാളുകളായി പുറത്തിറങ്ങാൻ കഴിയാതെ നിന്നെ ഒരു മണ്ഡലത്തിൽ നാലുപാട് ഞെരുക്കി ഒതുക്കി വെച്ച പോരിനെ ഇന്ന് രാത്രി സ്വർഗം അഴിക്കുകയാ. നീ സന്ദർശനം തിരിച്ചറിയട്ടെ. ഓ ഹല്ലേലൂയ. പ്രിയരെ, ഞാൻ ഒരു യാഥാർത്ഥ്യം പറയാമേ. നമ്മളൊക്കെ പഠിച്ചു വെച്ച 3-4 പദങ്ങളുണ്ട്. ആരൊക്കെയോ പഠിപ്പിച്ച അത് ബന്ധനമാ, അത് കെട്ടാ, അത് പോരാട്ടമാന്നൊക്കെ പറഞ്ഞ് അത് പറഞ്ഞാൽ നമ്മുടെ ഒരു ഹല്ലേലൂയ പറയത്തുള്ളൂ അവർക്കറിയാം. സ്തോത്രം. പക്ഷെ ഞാൻ ഇന്ന് രാത്രി തിരിച്ചു പറയാൻ പോവാ. എല്ലാം പോരാട്ടമല്ല, എല്ലാം ബന്ധനമല്ല. ചിലതൊക്കെ ദൈവത്തിൻ്റെ സന്ദർശനമായിരുന്നു. ഹലോ, ആ രോഗം ഒരു സന്ദർശനമായിരുന്നു. ആ കടഭാരം ഒരു സന്ദർശനമായിരുന്നു. ആ ജപ്തി ഒരു സന്ദർശനമായിരുന്നു. ആ ആക്സിഡന്റ് ഒരു സന്ദർശനമായിരുന്നു. നീ അത് പിശാചിന്റെ പോരാട്ടം പറഞ്ഞ് ആട്ടിത്തുപ്പി വിടല്ല. ഇന്ന് രാത്രി സന്ദർശനം തിരിച്ചറിഞ്ഞോണം. നിന്നെ ദൈവം സന്ദർശിക്കുകയായിരുന്നു. അല്ലെങ്കിൽ 50 വർഷം മുമ്പേ മരണക്കിടക്കയിൽ നിന്ന് ഈ മാതാവിനെ എഴുന്നേൽപ്പിച്ച ഒരു സന്ദർശനമാ ഇന്ന് രാത്രി ദേശത്തെ ദൈവം സന്ദർശിക്കുന്നത്, വ്യക്തികളെ സന്ദർശിക്കുന്നത്. ജനം തിരിച്ചറിയുവാൻ ദൈവത്തിന്റെ ആത്മാവ് ദേശത്തോട് ഇടപെടുകയാ. ഏറ്റെടുക്കുന്നവർ കരമടിച്ച് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അഭിഷേകം പ്രാപിച്ചവര് അല്പനിമിഷം അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കട്ടെ. ദേശത്തിന്റെ ചില കെട്ടുകൾ രാത്രി അഴിയട്ടെ. കുടുംബങ്ങളുടെ ബന്ധനങ്ങൾ അഴിയട്ടെ. ചില ശാപമണ്ഡലങ്ങൾ അഴിയട്ടെ. ചില ആഭിചാര മണ്ഡലങ്ങൾ അഴിയട്ടെ. ചില അന്യാരാധന മണ്ഡലങ്ങൾ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി യേശുവിന്റെ സന്ദർശനം അറിയുവാൻ സ്നേഹിത, സഹോദരി, സഹോദര, പിതാവേ, മാതാവേ, അത് സന്ദർശനമായിരുന്നു കേട്ടോ. നിനക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. നിരാത്രി പുറകോട്ടൊരു നിമിഷം നീ ചിന്തിച്ചേ. പ്രൈസ് ദി ലോർഡ്. ആ വലിയ പ്രതിസന്ധിയിലും നിന്റെ പ്രാണനെ ക്ഷതം വരാതെ ദൈവം നിന്നെ പ്രൊട്ടക്ട് ചെയ്ത് സൂക്ഷിച്ചത് ഈ രാത്രി കൂടെ വചനം കേട്ടിട്ട് നീ ആ ഓർമ്മകളിൽ കൂടെ പോയി യേശുവിനെ അറിയാൻ വേണ്ടിയാ. ഒരല്ലേ പറഞ്ഞേ ഹല്ലേലൂയ. പലതും സന്ദർശനമായിരുന്നു. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ആ കുഞ്ഞ് ചില വർഷങ്ങൾ കിടക്കെന്ന് എഴുന്നേക്കാതിരുന്നത് നിന്നിലെ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ ദൈവം അയച്ചൊരു സന്ദർശനമായിരുന്നു. ആ തലമുറ ജനിക്കാതിരുന്നത് ഒരു സന്ദർശനമായിരുന്നു. തലമുറയെ തരാൻ കഴിവുള്ള ദൈവം ഉണ്ടെന്ന് നീ നിന്റെ കുടുംബവും അറിയേണ്ടതിന് ദൈവം ഒരുക്കിയ പദ്ധതിയായിരുന്നു. ഇന്ന് രാത്രിയിൽ എല്ലാത്തിനെയും പോരാട്ടമെന്ന് പറഞ്ഞ് ആട്ടിത്തുപ്പി നീ കളയാതെ ഇന്ന് രാത്രി ദൈവമേ, പാവപ്പെട്ട എന്നെ സന്ദർശിക്കാൻ, എൻ്റെ കുടുംബത്തെ സന്ദർശിക്കാൻ നിനക്ക് മനസ്സ് തോന്നിയല്ലോ എന്ന് പറഞ്ഞ് ഇന്ന് രാത്രി ആ സന്ദർശനത്തിലേക്കൊന്ന് മടങ്ങി വരാൻ. ഹല്ലേലൂയ. യെരിഹോവിലെ കുരുടൻ സന്ദർശനം അറിഞ്ഞു. രക്തസ്രാവക്കാരിയായ സ്ത്രീ സന്ദർശനം അറിഞ്ഞു. ശതാധിപൻ സന്ദർശനം അറിഞ്ഞു. പക്ഷെ ഇസ്രായേൽ സന്ദർശനം അറിഞ്ഞില്ല. യേശു കരയുക. 33.5 വർഷം നിന്റെ ഇടയിലൂടെ ഞാന് വിശക്കുന്നവന് ആഹാരം കൊടുത്ത്, കരയുന്നവന്റെ കണ്ണുനീരൊപ്പി, തകർന്നവനെ പണിത് കൂടെ നടന്നിട്ടും നീ സന്ദർശനം അറിഞ്ഞില്ലല്ലോ. അതുകൊണ്ട് എന്തു പറ്റി? നിന്റെ ശത്രു നിനക്ക് ചുറ്റും വാടകോരി നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും 4 പാട് ഞെരുക്കി. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? ശത്രു ഒരു വഴിക്കൂടല്ല കേട്ടോ. നിങ്ങളെ വാക്യം ശ്രദ്ധിക്കണം. 4 പാട് ഞെരുക്കി. അടുത്ത 3.5 പതിറ്റാണ്ട് കഴിഞ്ഞ് സംഭവിക്കേണ്ട ഒരു കാര്യം
ഇന്ന് യേശു പറയുക, സ്നേഹിത, നിന്റെ നാളകളെ അറിയുന്ന ഒരു യേശു ഇവിടെ വന്നിട്ടുണ്ട്. നിനക്കതറിയത്തില്ല. അത് കൈനോട്ടക്കാരൻ പറയുന്നതോ തത്തയെ പറയുന്നതോ അല്ല കേട്ടോ, യേശു പറയുന്നത്. അവിടെ അല്ലേ പറയണം, നീ ഇന്ന് രാത്രി യേശുവിൽ വിശ്വസിക്കണം. നിന്റെ ജീവിതത്തിൽ നിങ്ങൾക്കറിയാമോ, ഞാൻ സാക്ഷിയൊക്കെ പറയാൻ പോയാൽ സമയം പോകും. എങ്കിലും ഒരു കാര്യം പറയാം. 79 കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു കൂട്ടം ഡോക്ടേഴ്സ് അകത്ത് മരണാസന്നനായി കിടക്കുന്ന എന്നെ നോക്കുന്ന ഡോക്ടേഴ്സ്, രോഗമൊന്നും വന്ന് മരിക്കാൻ കിടക്കുകയല്ല, 4 കുപ്പി വിഷം കുടിച്ചിട്ട് മരിക്കാൻ കിടക്കുക. എന്നെ നോക്കുന്ന ഡോക്ടർ ഇറങ്ങി ചോദിച്ചു, ഈ അകത്ത് കിടക്കുന്നവൻ്റെ ആരെങ്കിലും വെളിയിലുണ്ടോ? ഉടനെ എൻ്റെ അമ്മച്ചി പറഞ്ഞു, ഞാൻ അവൻ്റെ അമ്മയാണ്. അപ്പോൾ പറഞ്ഞ ആണുങ്ങളായിട്ടാണെങ്കിലും അവരെല്ലാം 2-3 മാസമായിട്ട് ഇവിടെ നിൽക്കുകയല്ലേ ഡോക്ടറെ, അവരൊക്കെ വീടുകളിലൊക്കെ പോയി കാര്യങ്ങൾ നടക്കണ്ടേ, ഇപ്പം ഇങ്ങനെ ജാഗാൻ കിടക്കാമെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇവിടെ കെട്ടിപ്പിടിച്ചിരിക്കാനൊക്കെ അവർ വീട്ടിൽ പോയെന്ന് പറഞ്ഞു. അപ്പം അമ്മച്ചിയോട് പറയുന്നത്, വിഷമിക്കല്ലേ, ഞാൻ ഒരു കാര്യം പറയാൻ പോവാണ്, അറിയിക്കാനുള്ളവരെയൊക്കെ ഒന്ന് അറിയിച്ചോളാൻ പറഞ്ഞു. എൻ്റെ അമ്മ അന്ന് ബന്ധുക്കോസുകാരിയല്ല, CSIയില്ല, പക്ഷെ അന്നും പ്രാർത്ഥിക്കുന്ന അമ്മയാണ്. അങ്ങോട്ട് അല്ലേ പറഞ്ഞില്ല, പ്രാർത്ഥിക്കുന്ന അമ്മയാണെങ്കിൽ തലമുറയുടെ വിടുതൽ ഭയങ്കര കേട്ടോ. എൻ്റെ അമ്മ ഡോക്ടറുടെ നേരെ അങ്ങ് വയലൻ്റായി സംസാരിക്കുക. ഞാൻ ആ പദം ഉപയോഗിച്ചത് അങ്ങനെ തന്നെയാണ് കേട്ടോ. അമ്മ പറഞ്ഞു, ഡോക്ടറെ അറിയിക്കാനുള്ളവനെ അറിയിച്ചേച്ചാ ഇങ്ങോട്ട് കൊണ്ടുവന്നേന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർക്ക് മനസ്സിലായി ഇളയ ചെറുക്കനാ, ഇവൻ തീരാൻ പോകുന്നതുകൊണ്ട് തള്ളയുടെ ഇതെല്ലാം പോയതാണെന്ന് വിചാരിച്ചു. ഉടനെ അയാൾ ഇങ്ങനെ അന്തരിച്ചിരിക്കുമ്പോൾ അമ്മ അടുത്ത ഡയലോഗ്, ഡോക്ടർ പറഞ്ഞത് എനിക്ക് മനസ്സിലായി, ഞാൻ അവൻ്റെ കണ്ണ് തിരുമ്മി അടയ്ക്കുമെന്നല്ലേ പറഞ്ഞേ. പുച്ഛത്തോടെ പറഞ്ഞു, ഇല്ല ഡോക്ടറെ, ഇല്ല. അമ്മയ്ക്ക് 8ാം ക്ലാസ്സേ ഉള്ളു പഠിത്തം. ഡോക്ടർ MBBS MD എടുത്ത ആളാ. MD ഉള്ള പുള്ളിയോട് 8ാം ക്ലാസ്സുകാർ പറയാണ്, ഇല്ല ഡോക്ടറെ, അവൻ എൻ്റെ കണ്ണ് തിരുമ്മി അടയ്ക്കും. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ സന്തതിയിൽ ഒരെണ്ണം മരിക്കത്തില്ല. എന്തോ വെളിപ്പാട് ഒരല്ലേ പറഞ്ഞ്. ഇത് 79 പറഞ്ഞു കേട്ടോ, 79 പറഞ്ഞു. 84 എൻ്റെ അമ്മയും ഞാനും ഒന്നിച്ച് സ്നാനപ്പെട്ടു. ഒരല്ലേ പറഞ്ഞ്, ഒരു കടവിൽ ഒന്നിച്ച് ഒരു സ്നാപകൻ്റെ കൈക്കീഴ് ഞാനും എൻ്റെ അമ്മയും ഒന്നിച്ച് സ്നാനപ്പെട്ടു. 96 എൻ്റെ അമ്മ എൻ്റെ മടി കിടന്ന് മരിച്ചു. ഞാനാ കണ്ണ് തിരുമ്മി അടച്ച്. സ്തോത്രം. അമ്മ മരിക്കുന്നതിന് 3 വർഷം മുമ്പേ ഡോക്ടർ മരിച്ചുപോയി. ഞാൻ മരിക്കുമെന്ന് പറഞ്ഞ് ഞാൻ ഈ 2025 ലൈവായി നിൽക്കുക. നിങ്ങൾ മിണ്ടുന്നില്ല. ഒരു സ്തോത്രം പറയണം. ഇന്ന് രാത്രി നിന്റെ കുഞ്ഞിന്റെ ഭാവി നിശ്ചയിക്കുന്ന ഇവിടുത്തെ വൈദ്യന്മാരൊന്നുമല്ല, അതൊക്കെ ദൈവത്തിന്റെ കയ്യിലാ. ഈ രാത്രി സന്ദർശനം തിരിച്ചറിഞ്ഞാൽ നീ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആഴങ്ങൾ അറിയുവാൻ വിശ്വസിക്കുന്നവർ മാത്രം അക്കരം ഒന്നടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിച്ച്. നിന്റെ കുടുംബത്തിന്റെ വിധി നിശ്ചയിക്കുന്നത്, നിന്റെ തലമുറയുടെ ആയുസ് നിശ്ചയിക്കുന്നത് ഇവിടുത്തെ ആരെങ്കിലും അല്ല, അതെല്ലാം എന്റെ ദൈവത്തിന്റെ കയ്യിലോ. യേശു കരയുകയാണ്. മാനസാന്തരപ്പെടാത്ത, അനുദപിക്കാത്ത, രക്ഷിക്കപ്പെടാത്ത ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെ നോക്കി ദൈവത്തെക്കാട്ടിൽ പ്രാധാന്യം ആലയത്തിന് കൊടുത്ത് പ്രാർത്ഥനാലയത്തെ വാണിഭശാലയാക്കി മാറ്റി, അത് കച്ചവട സ്ഥലമാക്കി മാറ്റി, കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റി. ഇതെല്ലാം കണ്ടിട്ട് എൻ്റെ യേശു കരഞ്ഞിട്ട് പറഞ്ഞു, ഓ, നിന്റെ സന്ദർശനം നീ അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. ഇന്ന് രാത്രിയിൽ സ്നേഹിത സഹോദരി, പണത്തിൻ്റെ കൊഴുപ്പ് കൊണ്ടല്ല ഈ യോഗം നടക്കുന്നത്. ഞങ്ങളൊക്കെ ആരോഗ്യത്തിൻ്റെ കൂടുതൽ കൊണ്ട് വന്നതുമല്ല പ്രസംഗിക്കാൻ. എങ്ങനെയെങ്കിലും ഒരെണ്ണം കൂടെങ്കിലും ഈ തീയിൽ നിന്ന് രക്ഷപ്പെട്ട് നിത്യതയിലെത്തുന്ന ഒറ്റ ആഗ്രഹമേ ഉള്ളൂ. അത് കൊതിക്കുന്നവരൊക്കെ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച്. നിന്റെ കുടുംബത്തിന്റെ വിടുതൽ ഇന്ന് രാത്രി ദൈവം ചെയ്തുകൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. ഞാൻ ദീർഘമാക്കുന്നില്ല, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പ്രിയ ദൈവപൈതലേ, അപ്രതീക്ഷിതമായി നിന്റെ ജീവിതത്തിൽ ഉണ്ടായ ചില വിഷയങ്ങൾ
നിന്റെ കുടുംബത്തിലുണ്ടായ ചില വിഷയങ്ങൾ, നിന്റെ തലമുറയിലുണ്ടായ ചില വിഷയങ്ങൾ എൻ്റെ ദൈവത്തിൻ്റെ സന്ദർശനമായിരുന്നു. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആ വിഷയം നിന്റെ നേരെ വന്നപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ നീ തകർന്ന് വ്യാകുലപ്പെട്ട് ഒറ്റപ്പെട്ടു പോയ, നിരാശപ്പെട്ടു പോയ, രക്ഷപ്പെടുമെന്നുള്ള ആശ നഷ്ടപ്പെട്ടു പോയ ആ സാഹചര്യം എൻ്റെ ദൈവത്തിൻ്റെ സന്ദർശനമായിരുന്നു. ആരെല്ലാം കൈവിട്ടാലും അവൻ നിന്നെ കൈവിടത്തില്ല. കപ്പലിളകട്ടെ, കടലിളകട്ടെ, തിരയിളകട്ടെ, കപ്പലൊരു കല്ലിന്മേൽ ഇടിച്ചു തകരട്ടെ, അണലി കൊത്തട്ടെ, പ്രൈസ് ദി ലോർഡ്. പക്ഷേ നീതി ദേവി പോലെ നിന്നെ കൈവിട്ടെന്ന് ജനം പറയട്ടെ, അതിൻ്റെ നടുവിൽ നിന്നെ മാനിക്കാൻ കരുത്തുള്ള ഒരു ദൈവം ഇന്ന് രാത്രിയുണ്ട്. അതിൻ്റെ എല്ലാം പുറകിൽ, കപ്പൽ തകർന്നതിൻ്റെ പുറകിൽ, അണലി ചാടി കൊത്തിയതിൻ്റെ പുറകിലെല്ലാം ഒരു ദൈവിക സന്ദർശനം ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ചേ. അത് ദൈവത്തിൻ്റെ സന്ദർശനമാണ്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, നവോമി എന്ന ഭക്തയായ മനുഷ്യ, മാതാവ്, ഭർത്താവ് മരിച്ചു, 2 ആൺപിള്ളേർ മരിച്ചു, ഒരു മരുമോൾ ഇട്ടേച്ചു പോയി, ഒരു മരുമോൾ മാത്രം ശേഷിക്കുമ്പോൾ ബേത്ലഹേമിനെ യഹോവയായ ദൈവം സന്ദർശിച്ചു എന്നവൾ കേട്ടു. ഹലോ, ഒന്ന് ശ്രദ്ധിക്കണേ. ഭർത്താവും പോയി, ആൺപിള്ളേരും പോയി, മരുമോളും പോയിട്ട് പിന്നെ കേട്ടിട്ട് എന്നാ സാധിക്കാൻ? സന്ദർശനത്തെക്കുറിച്ച് പിന്നെ കേട്ടെന്നും അറിയാനാ? ഇന്ന് രാത്രി എല്ലാം പോകുന്നതിന് മുമ്പേ നിന്നോട് ചേർന്ന് നിൽക്കേണ്ടിയ പലതും നിന്നെ കൈവിട്ട് പോയി കഴിഞ്ഞിട്ട് സന്ദർശനമാരെന്ന് അറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പോകുന്നതിന് മുമ്പേ. ഹലോ, 110 വയസ്സിലും വെളിപ്പാടുള്ള യോസഫ് എന്ന ഭക്തനായ മനുഷ്യൻ ഇസ്രായേൽ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, മിസ്രൈമിലെ നന്മ കണ്ടുകൊണ്ടൊന്നും ഞെളിയരുത്. സ്തോത്രം. ഞാൻ മരിക്കുന്നു, ഞാൻ മരിച്ചാലും ദൈവം നിങ്ങളെ സന്ദർശിക്കും. ഹലോ, ദൈവം സന്ദർശിക്കുമ്പോൾ എൻ്റെ ബോഡി ഇവിടെ അടക്കരുത്. ഞാൻ മരിച്ചാൽ എൻ്റെ ബോഡി ഒരു പെട്ടിക്കകത്ത് വെച്ചേക്കണം. പ്രൈസ് ദി ലോർഡ്. സന്ദർശിക്കുമ്പോൾ എൻ്റെ ബോഡിയോടെ കൊണ്ടുപോക്കണം. ഒരല്ലേ പറഞ്ഞേ, 110 വയസ്സിൽ മരിക്കാൻ തുടങ്ങുമ്പോൾ അപ്പച്ചൻ്റെ ആഗ്രഹം എന്നാ? എനിക്ക് മോനെ ഷുഗർ ആയതുകൊണ്ട് ഭാര്യ അലുവ തരത്തില്ലായിരുന്നു, അതുകൊണ്ട് ചാകുന്നതിന് ഒരു പീസ് അലുവാത എന്ന് പറയുന്ന തീറ്റിക്കൊതിനൊന്നും അല്ലായിരുന്നു യോസഫ്. നിങ്ങൾ മിണ്ടുന്നില്ല. യോസഫ് ചാകാൻ നേരത്ത് പറഞ്ഞത്, ദൈവം നിങ്ങളെ സന്ദർശിക്കും. ഇന്ന് രാത്രി മാറാട് ദേശത്തോട് ദൈവാത്മാവ് ഞാൻ പറയുന്നു, ഇത് സന്ദർശന കാലമാണ്. എത്ര തിരിച്ചറിയാൻ തയ്യാറുണ്ട്? ഇത് ദൈവത്തിൻ്റെ സന്ദർശന കാലമാണ്. ഏറ്റെടുക്കുന്നവർ മാത്രം ഒന്ന് എഴുന്നേറ്റ് നിന്നു. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ, ഈ വചനത്തിൻ്റെ വെളിപ്പാടുകൾ നിന്റെ കൂടാരത്തിൻ്റെ ഉള്ളറയിൽ ഒരു വലിയ വിടുതൽ പകരട്ടെ. വിശ്വസിക്കുന്നവര് ആ കരങ്ങൾ രണ്ടും ഒന്ന് ഉയർത്തിപ്പിടിച്ചു. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, നിന്റെ മക്കൾ ഒത്തിരി ഓടി, ഒത്തിരി അധ്വാനിച്ചു, ഒത്തിരി കഷ്ടപ്പെട്ട ക്രമീകരിച്ച് ഈ കൺവെൻഷനിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ജനക്കൂട്ടം വന്നില്ലെങ്കിലും ഇന്ന് രാത്രി ദേശത്തെ ദൈവം സന്ദർശിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വരും ദിനങ്ങളിൽ അതിൻ്റെ ഉയർച്ച, അതിൻ്റെ വിടുതൽ ഈ ദേശത്ത് വെളിപ്പെടട്ടെ. ഇന്ന് രാത്രി രോഗികളായ പ്രിയപ്പെട്ടവർ സൗഖ്യമാകട്ടെ. രക്ഷയുടെ സന്തോഷം അനുഭവിക്കാത്തവർ ഈ സന്തോഷം അനുഭവിക്കട്ടെ. അവരുടെ കൂടാരങ്ങളിൽ ദൈവിക സന്ദർശനത്തിൻ്റെ ആഴങ്ങൾ വെളിപ്പെടട്ടെ. കടന്നു വന്ന ജനത്തെ ലൈവിൽ കാണുന്നവരെ, പരിസര ദേശവാസികളെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. ഒരത്ഭുതമാക്കി മാറ്റണം. യേശുവിൻ നാമത്തിൽ തന്നെ